കേരളവും തമിഴ്നാടും തമ്മിൽ അവകാശ തർക്കം നിലനിൽക്കുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവ ഒരുക്കങ്ങൾ പൂർത്തിയായി. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിലെ ഉത്സവം ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായാണ് നടത്തുന്നത്. ചിത്ര പൗർണമി ദിനമായ വെള്ളിയാഴ്ചയാണ് ഉത്സവം. ഇടുക്കി ജില്ലയിൽ തമിഴ്നാട് കേരള അതിർത്തിയിലെ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ മംഗളാദേവി മലനിരകളുടെ മുകളിലെ കണ്ണകി ക്ഷേത്രം. പ്രകൃതി ഭംഗിയും ചരിത്രപരമായ പ്രാധാന്യവും ഒത്തുചേരുന്ന കേന്ദ്രം. സമുദ്രനിരപ്പിൽ നിന്ന് 4830 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് 2000 വർഷത്തെ പഴക്കമുണ്ട്. ചിലപ്പതികാരത്തിലെ കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് മംഗളാദേവി ക്ഷേത്രത്തിനുള്ളത്. പാണ്ഡ്യ രാജധാനിയായ മധുര നഗരം ദഹിപ്പിച്ച ശേഷം വൈഗാനദിയുടെ തെക്കേ തീരത്തൂടെ സഞ്ചരിച്ച് 14-ാം ദിവസം വണ്ണാത്തിപ്പാറയിൽ കണ്ണകി എത്തിയെന്നാണ് വിശ്വാസം. കണ്ണകി നിന്നിരുന്ന സ്ഥലത്ത് സ്മാരകമായി മനോഹരമായി കൊത്തിയെടുത്ത വലിയ കരിങ്കല്ലുകൾ സിമന്റോ മറ്റു കൂട്ടുകളോ ഒന്നുമില്ലാതെ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കിവെച്ച് പുരാതന പാണ്ഡ്യൻ ചോള ശൈലിയിൽ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ചരിത്രം. വർഷത്തിൽ ഒരു തവണ മേടമാസത്തിലെ ചിത്രാ പൗർണമി നാളിൽ മാത്രമാണ് ക്ഷേത്രം തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കുന്നത്. അന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിനടുത്തുള്ള പളിയക്കുടിയിൽ നിന്ന് 6.5 കിലോമീറ്റർ കാട്ടുപാതയിലൂടെ നടന്നോ കുമളി വഴി 14 കിലോമീറ്റർ വാഹനത്തിലോ സഞ്ചരിച്ച് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം ഇന്നും തുടരുന്നു. 1985 മുതൽ ഇരു സംസ്ഥാനങ്ങളും ചേർന്നാണ് ഉത്സവം നടത്തുന്നത്. മംഗളാദേവി മലമുകളിൽ നിന്നാൽ തമിഴ്നാടിന്റെ കൃഷിഭൂമികളും തേക്കടി തടാകവും കുമളി പട്ടണവും ഉൾപ്പെടുന്ന മനോഹരമായ ദൃശ്യങ്ങളും ആസ്വദിക്കാം എന്നതും പ്രത്യേകത തന്നെ. കൈരളി ന്യൂസ്, ഇടുക്കി.